ഹായ്, ഷജീർ കളരിക്കൽ. ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് കേരളം വളരെ ചർച്ച ചെയ്യുകയും വേദനിക്കുകയും ചെയ്യുന്ന വയനാടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ പുതിയ പ്രദേശങ്ങളിൽ പുതിയ പുതിയ ദുരന്തമുഖങ്ങളാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളീയൻ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും നമ്മെ നേരിടുമ്പോൾ നമുക്ക് വളരെ ഐക്യത്തോടു കൂടിയും സധൈര്യവുമായും കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. മതത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വിദ്വേഷം പടർത്താൻ ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം മന്യമാക്കിക്കൊണ്ട് മനുഷ്യസ്നേഹം മുൻനിർത്തിക്കൊണ്ട് ഇടപഴകുവാനും രക്ഷാദൗത്യം നിർവഹിക്കാനും കേരളീയന് ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസവും സന്തോഷവും അഭിമാനവും നമുക്ക് നൽകുന്നതാണ്. എന്നാൽ ഇത്തരത്തെ ദുരന്തങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ഒരുപാട് പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. വളരെ വേദനാജനകമായ സംഭവമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാടിൽ നിന്ന് സ്വന്തം മക്കളുടെ മൃതശരീരങ്ങൾ തിരഞ്ഞുകൊണ്ട് നടക്കുന്നു. പിതാവിൻ്റെ, ഉമ്മയുടെ, അമ്മയുടെ, അച്ഛൻ്റെ, സഹോദരിയുടെ. എന്തൊരു ദുരവസ്ഥ, എന്തൊരു വേദനാ സംഭവം നമ്മൾ ആലോചിക്കുക. 150-ലേറെ ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോഴും എണ്ണം ഇനിയും തിട്ടപ്പെടാതെ കിടക്കുന്ന ഒരുപാട് മരണങ്ങൾ. ഇവിടെയാണ് മൃതശരീരമെന്ന് അറിയുന്നില്ല. പലരും മണ്ണിനടിയിൽ, പലരും ബിൽഡിങ്ങിനടിയിൽ. ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ആഗോളതലങ്ങളിൽ, യുദ്ധഭൂമികളിൽ. എന്നാൽ സമാനമായ രീതിയിലാണ് നാം വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ബഹിരാകാശത്തേക്കും ടൂറിസ്റ്റുകളെ പോലെ യാത്ര തിരിച്ച് ലോകം പുരോഗതിയുടെ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ സാങ്കേതിക വിദ്യകൾ വൻ രീതിയിലേക്ക് പുരോഗമിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുമ്പോഴും ഈ പ്രപഞ്ചനാഥൻ ഒരുക്കുന്ന പരീക്ഷണങ്ങൾ നേരത്തെ അറിയുവാനും പ്രതിരോധിക്കുന്നതിനും നമ്മൾ പരാജയമാണ് എന്നുള്ളതാണ്. പരീക്ഷണത്തിന് വിധേയമാകാതെ ഒരു മനുഷ്യനും പോകില്ല എന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുകയും പഠിക്കുകയും ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ ആരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്ന ഇത്തരത്തിൽ ദുരന്തങ്ങളെ നമ്മളെ സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് ഒരുപാട് സുനാമി, പല രീതിയിലുള്ള വെള്ളപ്പൊക്കം, ഇങ്ങനെ തുടങ്ങുന്ന നിരവധി സംഭവങ്ങൾ നടന്നു. ഇന്നലെ വയനാട്ടിൽ നിന്ന് പലരും പറയുകയുണ്ടായി, എൻ്റെ ഒരു ആയുസ് മുഴുവൻ ഞാൻ സമ്പാദിച്ചാൽ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഉറ്റവനും ഉടയവനും നഷ്ടപ്പെട്ടതിൽ വേദനയുണ്ട്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ അന്യരല്ല എന്നുള്ളതാണ്. ഏതു പ്രദേശവും ഇത്തരത്തിലുള്ള പരീക്ഷണത്തിന് വിധേയമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അഹങ്കാരം അരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പണത്തിൻ്റെ മേലുള്ള അഹങ്കാരം, ആരോഗ്യത്തിൻ്റെ മേലുള്ള അഹങ്കാരം, സൗന്ദര്യത്തിൻ്റെ മേലുള്ള അഹങ്കാരം, തറവാടി എന്ന അഹങ്കാരം, രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള അഹങ്കാരം, ഇത് അന്യമാക്കേണ്ടതുണ്ട്. ഈ ദുരവസ്ഥയിൽ നിന്ന് വിമോചനം നേടുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി നമ്മൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ പ്രപഞ്ചം നമ്മൾ ആവശ്യപ്പെട്ട് സൃഷ്ടിച്ചു തന്നതല്ല, നമ്മുടെ ജീവൻ നമ്മൾ ആവശ്യപ്പെട്ട് നമുക്ക് നൽകിയതല്ല. അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്വസിക്കുവാനുള്ള വായു, കുടിക്കുവാനുള്ള വെള്ളം, മനോഹരമായ കടൽ തീരങ്ങൾ, മനോഹരമായ മലമേടുകൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് തണുപ്പും ചൂടുമായ കാലാവസ്ഥകൾ നമ്മൾ ആലോചിക്കണം. തണുപ്പ് മാത്രം പോരാ, നമുക്ക് ചൂടുള്ള കാലാവസ്ഥയും ആവശ്യമാണ്. വേനലിനെയും മഴക്കാലവും നമുക്ക് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. നമ്മുടെ ഭൂമി നമുക്ക് വേണ്ടി പാകപ്പെടുത്തി. പക്ഷെ ആ ഭൂമിയിൽ പ്രപഞ്ചനാഥനേക്കാൾ അപ്പുറത്ത് കടന്ന് നമ്മൾ അഹങ്കാരികളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഘോഷത്തിൻ്റെ പേരിൽ നമ്മൾ നടത്തുന്ന പേക്കൂത്തുകൾ ചെറുതൊന്നുമല്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ പോലും നമ്മൾ പരിഹസിക്കുന്നു, അവഹേളിക്കുന്നു. നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ആഘോഷങ്ങളും ഇന്ന് ആർഭാടങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാണിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ന് പല സംസ്കാരങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയോളം ചിന്തിക്കുക. നല്ല വസ്ത്രം ധരിച്ച്, മോഡൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോഴും നിങ്ങളൊന്ന് വയനാട്ടിലേക്കൊരു നോട്ടം നോക്കുക. നിങ്ങൾ ആഗോളതലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധഭൂമിയിലേക്കല്ല നോക്കാൻ പറയും, നമ്മുടെ മലയാള മണ്ണിലേക്ക് നോക്കുക. ചേതനമറ്റ ശരീരം കാണുമ്പോൾ പൊട്ടുന്നില്ല മനസ്സ്. നമ്മൾ ആലോചിക്കുക, ഒരുപാട് സ്വപ്നങ്ങളുള്ള മക്കളായിരുന്നില്ലേ, ഒരുപാട് പ്രതീക്ഷകളുള്ളവരായിരുന്നില്ലേ, നാളെ എന്ത് എന്നുള്ളത് സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയവരായിരുന്നില്ലേ അവർ? കൊണ്ടുപോയില്ലേ അവരെല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും? അവരോടുള്ള വിവേചനമല്ല ദൈവത്തിൻ്റെ, അവരോടുള്ള എന്തെങ്കിലും ശിക്ഷാ നടപടിയല്ല ദൈവത്തിൻ്റെ.
ഈ ഭൂമി ലോകത്ത് അത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ അതൊരു പരീക്ഷണമായി കാണാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇന്ന് നല്ല വസ്ത്രങ്ങളും നല്ല പാർപ്പിടങ്ങളും നല്ല ആഘോഷങ്ങളും നമ്മളിലേക്ക് കടന്നു വരുന്ന ഓരോ ആഘോഷങ്ങളും നമ്മളുടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അപ്പുറം പോൽ ലംഘിച്ചാർഭാടത്തിലേക്ക് പോകുമ്പോൾ നാം ആലോചിക്കുക, നമുക്ക് വേണ്ടി പരീക്ഷണത്തിൻ്റെ ഒരു ദിനം കാത്തുവെച്ച ആ അള്ളാഹു ഏത് തരത്തിലുള്ള ഘട്ടത്തിലേക്കാണ് നമ്മളെ ഓരോ ചുവടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒലിച്ചു പോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മൃതദേഹങ്ങൾ പലരും. അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയെ നൽകുമാറാകട്ടെ. ഒരുപാട് ദുരൂഹമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വസ്ത്രമില്ലാതെ എത്ര മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ പകുതി പലരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഗർഭിണികളുണ്ട് പലരും അതിൽ. ഇങ്ങനെ വേദനാജനകമായ സംഭവത്തിൽ അപ്പോൾ മാത്രം വേദനിക്കുകയും ദുഃഖം കണ്ടെത്തുകയും പിന്നീട് മറക്കുന്ന ഈ മറവിയാണ് നമുക്ക് അപകടം. അതുകൊണ്ട് തിരിച്ചറിയുക, ഈ ദുരന്തമുഖം വയനാട്ടുകാർക്ക് മാത്രമുള്ളതല്ല. ഈ ദുരന്തമുഖം നമ്മയും തേടിയെത്തും. ഇതൊരു ലോകത്തിനും അന്യമല്ല, ഒരു രാജ്യത്തിനും അന്യമല്ല, ഒരു ദേശത്തിനും അന്യമല്ല, ഒരു മനുഷ്യവിഭാഗത്തിനും അന്യമല്ല. ഇതാരെയും തേടിയെത്തും. ഈ വേദനാജനകമായ സംഭവങ്ങളിൽ അതിജീവിക്കുവാനുള്ള കരുത്തിന് വേണ്ടിയും ക്ഷമയ്ക്ക് വേണ്ടിയും നാം നമ്മുടെ ദിനരാത്രങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് സർവസ്തുതിയും നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായ ജീവിതം നയിച്ചുകൊണ്ട് നാം മുന്നേറുക. അതോടൊപ്പം തന്നെ ഈ ദുരന്ത ഭൂമിയിലുള്ളവർ കൂടെ ഐക്യപ്പെടുക. അവരോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സ് ആ വേദനിക്കുന്ന മനസ്സിനോടൊപ്പമാകുക. നമ്മുടെ ചിന്ത അവർക്ക് വേണ്ടിയുള്ള ചിന്തയാകുക. നമ്മുടെ ഓരോ അധ്വാനവും നമ്മുടെ ഓരോ സമ്പാദ്യവും അവർക്ക് വേണ്ടിയാകുക. ഇന്നലെ വരെ എല്ലാം ഉള്ളവർ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടവർ, പാർപ്പിടം നഷ്ടപ്പെട്ടു, വസ്ത്രം നഷ്ടപ്പെട്ടു, ഭക്ഷണമില്ലായ്മ, ഇങ്ങനെ തുടങ്ങുന്ന ആ നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പ്രഖ്യാപിക്കാൻ, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ദുരന്തങ്ങൾ അതിജീവിക്കാൻ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിന് കഴിയട്ടെ. അതിനുള്ള ശക്തിയും കഴിവും ഉണ്ടാകട്ടെ. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കണ്ട പ്രേക്ഷകർക്ക് നന്ദി. നമസ്കാരം.